ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 5:30-5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളധികം ബ്ലോക്കൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയതുപോലെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക് കഴിഞ്ഞും പോലെ തന്നെ ഒട്ടും റോഡൊന്നും ശരിയായിരുന്നില്ല. ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ആടി 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 അങ്ങ് എത്തുമ്പോഴേക്കും ഒരു വകയും ഒരു ടൈമും ആയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം ഷുട്ടൂനെ ഞാൻ അതേ ഉറക്കത്തിലുള്ള സെയിം ഡ്രസ്സിൽ നൈറ്റ് ഡ്രസ്സിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിക്കാമെന്ന് വിചാരിച്ചു. ആൾ ഉറങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴേക്ക് അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിർത്തി നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ വല്ല ട്രാവൽ തുടങ്ങി. ഇല്ല, ചായ മധുരം വേണ്ട, അമ്മയ്ക്ക് വിത്തൗട്ട്. എനിക്കും ചായ മതി. എന്നാലും മേലെ പോയി തോന്നുന്നു. ഡ്രസ്സിലെടിയാ പോകുന്നു നീ പറയുമ്പോലെ അങ്കി അകത്ത് കയറി വെച്ചിട്ടും നമ്മളെ പിച്ചാൻ. അങ്ങനെ ഇതാ നമ്മുടെ ചായ എത്തി. എങ്ങനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ഥിരമുള്ള സുഖമാണ് ഇങ്ങനെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കണം. അപ്പോൾ അത് ഒരു എനർജിയാണ്. ഭയങ്കര നല്ല കടുപ്പത്തിൽ അടിപൊളി ചായയൊക്കെ കുടിച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ ഇങ്ങനെ വരാണ്ട് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയതിൻ്റെ പ്രധാന കാരണം ഇതാണ്, ഷുട്ടൂന് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ചെറിയ പഴവും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തപ്പം മൂപ്പര് വന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് പോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണിത്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങി. പോയി പിന്നെ നമ്മൾ ചുരം കയറാനെത്തിയ സ്ഥലമാകുമ്പോഴത്തേക്കും ഇതാ കട്ട ബ്ലോക്കാണ്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ പോസ്റ്റായിട്ടുണ്ടായിരുന്നു. എന്തോ ടൂറിസ്റ്റ് ബസ്സോ അങ്ങനെ എന്തോ ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂർ അവിടെ നല്ല ബ്ലോക്കിൽ പെട്ടു. പോരാത്തതിന് നമ്മുടെ താമരശ്ശേരി ചുരം അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും അധികം വണ്ടികളും ഇതുവഴിയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബ്ലോക്ക് വേറെയായിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷയിലും വളരെ ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഷുട്ടൂപ്പയും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ഈ ബ്ലോക്കിൽ കിടന്നിട്ട്. പിന്നെ ആയോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ഇത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി. വണ്ടിക്ക് കുറച്ച് നീങ്ങി, കുറച്ചൊരു ആശ്വാസം കിട്ടി. പക്ഷെ അങ്ങ് വരെ നമ്മൾ ഒരു ടൗൺ എത്തുന്നവരെയൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് തന്നെയായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ നമ്മളിതാ പോയി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ഫുൾ ഓഫ് കുലുങ്ങി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമ്മൾ പാടുപെട്ടു. ആൻഡ് പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു. നല്ല അടിപൊളി ബാജിയും പൂരിയൊക്കെ കഴിച്ചു. അമ്മ ഇഡ്ഡലി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് എണ്ണ ആയതുകൊണ്ട് പൂരി വേണ്ടാന്ന് പറഞ്ഞു. ചുട്ടു പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അവൾക്ക് ഓൾറെഡി ഇത് റാഗി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവളെ വണ്ടിയിൽ നിന്ന് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുട്ടുപ്പിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവളെ സെറ്റാക്കി. ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടണം. അങ്ങനെ ഇതാ നമ്മൾ ഗുണ്ടൽപേട്ട് ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുണ്ടൽപേട്ട് കോഴിക്കോട് ഹൈവേയിൽ തന്നെയാണ് സംഭവം വരുന്നത്. പക്ഷെ നമ്മൾ വഴി അറിയാതെ കുറച്ച് ചുറ്റി. ചുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആളെ അവിടെ എത്തിയിട്ട് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനും പിന്നെ മുടിയിലേക്ക് പോയി ഒരു വകയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ അതെല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ സൺഫ്ലവർ ഫീൽഡിൻ്റെ അവിടെ എത്തി. ഭയങ്കര രസമായിരുന്നു കാണാൻ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ സൈഡിൽ ഒരുപാട് സൺഫ്ലവറും ഇതുപോലെ തന്നെ നമ്മുടെ മല്ലികയും ചെമ്മന്തിയൊക്കെയുള്ള സ്ഥലമുണ്ട്. പക്ഷെ അതെല്ലാം കുറേ അവർ പറിച്ചെടുത്ത്, ഓണം സീസണല്ലേ, അപ്പോൾ അതെല്ലാം കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ 20 രൂപയോ അങ്ങനെ എങ്ങാനാണ് ഒരാൾക്ക് എൻട്രി ഫീ ഒക്കെ ഉണ്ട്. നമ്മൾ നോർമലി വേഗം പോയി കണ്ടിട്ട് വരാമെന്നൊന്നും വിചാരിച്ച് പോയതാണ്, പക്ഷേ ഇല്ല, എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മല്ലിക, നമ്മുടെ മഞ്ഞ ചെമ്മന്തി, ചെണ്ടുമല്ലിക, പിന്നെ നമ്മുടെ സൺഫ്ലവർ, അത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുറേ മല്ലികയൊക്കെ ഫുൾ അവരെടുത്ത് പറിച്ച് ചാക്കിലാക്കി വെക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര കാറ്റൊക്കെ ഉള്ളൊരു ക്ലൈമറ്റായിരുന്നു. ഭയങ്കര വെയിലുണ്ട്, ബട്ട് അങ്ങനത്തെ നമ്മൾ ഭയങ്കര തലക്ക് കുത്തുന്ന പോലത്തെ വെയിലല്ലാത്തതുകൊണ്ട് കുറച്ച് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി കുറച്ചൊക്കെ. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ നടന്ന് കണ്ടു. ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തുള്ളി പോകുന്ന പോക്കാണ്.
അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോനൊക്കെ പോസ് ചെയ്ത് നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അധികം ഒരുപാട് ആളെന്ന് പറയാനൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ആൾക്കാർ കുറച്ച് ഉണ്ടായിരുന്നു. ആ ഫോട്ടോന് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ടു. ഷുട്ടു പിന്നെ എടുക്കാൻ സമ്മതിച്ചേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് നടന്ന് കാണണം എന്നുള്ള ഒറ്റ വാശിയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന കുറേ പൂവൊക്കെ ആൾ പറിച്ചു. അമ്മയും ഷുട്ടും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആൾ നിൽക്കുന്നേ ഇല്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കയറുമ്പോൾ തന്നെ ചോദിച്ചായിരുന്നു പൂ പറിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ 1 2 പറിച്ചാൽ കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഇവളുടെ കാര്യമാണല്ലോ, ഓഫ് കോഴ്സ് വിടൂല, എന്തായാലും എല്ലാം പറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചൊക്കെ എടുത്തു. ബാക്കി പിന്നെ അധികം പറിക്കാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് അവിടെ ഫുള്ള് ചുറ്റി നടന്ന് കണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ എന്തൊക്കെയോ കൃഷിയുണ്ട്. ഞാൻ ഈ സൈഡിൽ അധികം വരുമ്പം ഞാൻ കൂടുതലും അട്രാക്റ്റഡായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം കുറേ കണ്ടു. ചോളം, കടുക്, ഇങ്ങനത്തെ കുറേ ഫ്ലവേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അമ്മ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ഇവിടെയൊക്കെ പച്ചക്കറിക്ക് വില കുറവാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അമ്മ. അങ്ങനെ നമ്മളിതാ കുറേ പൂവ് എന്താ പറയുക വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇത് ഞാൻ പറഞ്ഞ അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്പോട്ടായിരുന്നു. ഇവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മല്ലികയും സൺഫ്ലവറും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പൂ വിൽക്കുന്ന കണ്ടിട്ട് അമ്മ ചാടി ഇറങ്ങുന്നുണ്ട് എത്ര പൈസ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ആക്ച്വലി കുറച്ച് പൂ വാങ്ങിച്ചു. ഇതൊരു ഫാമിലി അവരവിടെ നിന്നിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് പൈസ ഉണ്ട്, ബട്ട് നമ്മളെ നാട്ടിൽ ഇപ്പം ഓണത്തിൻ്റെ സീസണിലുള്ളതിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. സോ അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ച് തിരിച്ചു വിട്ടു. അങ്ങനെ ചെയ്യല്ല ചിച്ചി. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം, നേരെ വീട്ടിലേക്ക് പോകണം, അതായിരുന്നു പ്ലാന്. എന്താ വെച്ചാൽ ഇവിടെ വേറെ അങ്ങനെ ടൂറിസ്റ്ററി പ്ലേസ് ആയിട്ട് അങ്ങനെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്ത് വന്നത് ഈ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് മെല്ലെ നമ്മൾ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ പച്ചക്കറി വാങ്ങാമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ വന്നത്, അതൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് എന്താണ് സാധനം എന്ന് എനിക്കറിയില്ല, ഭയങ്കര അടിപൊളി കുറേ ഫീൽസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുള്ള ക്ലൈമറ്റും ആയിരുന്നു. അടിപൊളി സെറ്റപ്പിൽ ഇവർ എല്ലാം സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും. അത് നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ പാടങ്ങളും ഇവിടുത്തെ പാടങ്ങളും കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കണക്കിന് ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ സ്ഥലം എന്താ കണ്ടില്ലേ. ഇവിടെയൊക്കെ മോസ്റ്റ്ലി അവരെല്ലാം പറിച്ച് ചാക്കിലാക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ സൺഫ്ലവർ ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ബാക്കിയുള്ളത്. സൺഫ്ലവർ പിന്നെ ഓണത്തിനൊന്നും അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള സംഭവമല്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് മാത്രം അവരധികം എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി. ഈ ഭാഗത്തേക്ക് വരുന്നതൊന്നുമല്ല, മോസ്റ്റ്ലി ഭക്ഷണമൊക്കെ ഒരുമാതിരി നമ്മളുടെ ആ ഒരു ടേസ്റ്റേ അല്ല. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു. ഷുട്ടൂനെ കുറച്ച് കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ വെച്ച് കൊടുത്ത് കുറച്ചൊന്ന് വായിലാക്കിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ആൾ കഴിക്കില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിച്ചേ ഇല്ല ആക്ച്വലി. അങ്ങനെ നമ്മൾ ഇറങ്ങി നല്ല അടിപൊളി സ്ഥലത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയനാട് ആ ഒരു ഏരിയയിലെത്തി നമ്മൾ. പിന്നെ ഈ സൈഡിൽ പോകുമ്പോൾ കുറേ മയിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഷുട്ടു അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പക്ഷെ നമുക്ക് നിർത്താനൊന്നും പറ്റില്ല, ഫോറസ്ട്രി ഏരിയ ആയതുകൊണ്ട് നോ സ്റ്റോപ്പ് ഏരിയ ആണ്, എല്ലാം നോ പാർക്കിംഗ് അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ട് അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഫുള്ള് ആനയൊക്കെ ഇറങ്ങുന്ന സൈഡാണല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ എവിടെയും റിസ്ക് എടുത്ത് നിർത്തിയില്ല. ആൻഡ് നമ്മൾ പോയി നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ബോർഡറിൻ്റെ അവിടെ നല്ല അവരുടെ തന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ, അവിടെ തന്നെ അവരുടെ നല്ല ചായ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. സോ നമ്മളവിടെ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. അവരുടെ ലാസ്റ്റ് സഫാരിക്കുള്ള ആൾക്കാർ, വൈൽഡ് ലൈഫിൻ്റെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത് കയറുന്നു ചോദിച്ചു. പിന്നെ നമ്മൾ കയറിയില്ല, ലേറ്റ് ആവുമല്ലോ, അവിടെയും കൂടെ കയറി എന്തായാലും നമ്മൾ ലേറ്റ് ആവും. സോ അങ്ങനെ നമ്മൾ ഇവിടെ വാഷ്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂമും ഒന്ന് യൂസ് ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് കാപ്പിയൊക്കെ പറഞ്ഞ് നേരെ വാഷ്റൂമിലേക്ക് പോന്നു. ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു ഇത് പ്ലസ് ഫോറസ്റ്റ് ഏരിയ, അവരുടെ ക്വാർട്ടേഴ്സ് എല്ലാം വരുന്നൊരു ഏരിയ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ് നമ്മൾ ഇവിടെ നിന്നെടുക്കുന്ന തന്നെ നല്ല മാന്യമൊക്കെ കാണാൻ പറ്റി.
ഷുട്ടൂന് ഞാൻ കുറേ മാൻഡി മൊല്ലിയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ സംഭവങ്ങൾ അവൾക്കറിയാം, പക്ഷേ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നിനെങ്ങാനും കാണുമെന്നായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതിപ്പം നമുക്ക് കുറേ ഉണ്ടായിരുന്നു. ഒരു 10-15 മാനുകൾ ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ആ വഴി തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അത്ഭുതം തോന്നി. ഇത്രയും അടുത്തൊക്കെ ഇവരിങ്ങനെ നിൽക്കുമ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഇത്ര അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. വൈൽഡ് ലൈഫിലേക്കൊന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. അപ്പോൾ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മളങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് പുറത്തിറങ്ങിയപ്പോൾ ദേ 2 ആന, അതും ഭയങ്കര വണ്ടറായിരുന്നു. കാട്ടിലുള്ള ആനകളുടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. മീൻസ് നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മുടെ ആനപ്പന്തിയിലൊക്കെ ആനേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്ര അടുത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ആ ലാസ്റ്റ് സഫാരിക്ക് പോയ ആൾക്കാർക്ക് എന്തായാലും ഭയങ്കര ലക്കാണ്, എല്ലാ സംഭവങ്ങളും ഇത്ര അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് മാനിനെയൊക്കെ കണ്ട് നല്ല അടിപൊളി ആൻഡ് ഹാപ്പി ആയിട്ട് തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴി നമ്മളിതാ ഇവിടുന്ന് കാപ്പി കുടിച്ചു. ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, മെയിൻ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി തന്നെ നല്ല മഴയായതുകൊണ്ട് നമുക്ക് പാൽച്ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് മഴയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഭയങ്കര ഡേഞ്ചറസ് സംഭവമാണ്. ഒരു ലൈറ്റ് പോലും ഇല്ല, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.